തൃശൂരിൽ എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. രണ്ടിടങ്ങളിൽ നിന്നായി 32 ഗ്രാം MDMA പിടികൂടി. കൂർക്കഞ്ചേരിയിലും മണ്ണുത്തിയിൽ നിന്നുമായി 2 പേർ അറസ്റ്റിൽ. പടവരാട് സ്വദേശി പ്രവീണിൽ നിന്ന് 30 ഗ്രാം MDMAയും നെല്ലങ്കര സ്വദേശി അഖിലിൽ നിന്ന് 2 ഗ്രാം MDMAയുമാണ് പിടികൂടിയത്. മധ്യമേഖല എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീറും സംഘവും നടത്തിയ പരിശോധനയിലാണ് തൃശൂർ നഗരത്തിലെ 2 ഇടങ്ങളിൽ നിന്നായി അതിമാരക രാസലഹരിയായ മെക്സിക്കൻ സ്പെഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്ന MDMA പിടികൂടിയത്. സംഭവത്തിൽ അറസ്റ്റിലായ പ്രവീൺ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ബാങ്കിലെ കളക്ഷൻ വിഭാഗം ഏരിയ മാനേജറാണ്. പ്രതി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് ബാങ്ക് ജോലിയുടെ മറവിലായിരുന്നുവെന്നും വിദ്യാർത്ഥികളാണ് ഇവരുടെ ഇരകളെന്നും എക്സൈസ് സംഘം പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ്. അത് കമ്മീഷണർ സ്ക്വാഡിലെ PO മുജീബ് റഹ്മാൻ കിട്ടിയ ഒരു വിവരം അനുസരിച്ചാണ് ഞങ്ങളിവിടെ എത്തി. അങ്ങനെയാണ് ഞങ്ങൾ ക്യാച്ച് നടക്കുന്നത്. കളക്ഷൻ ഏജന്റായിരുന്നു, അതിൻ്റെ മറവിലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. കൂടുതൽ അന്വേഷണം നടത്തണം. മധ്യമേഖല കമ്മീഷൻ സ്ക്വാഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നിരവധി കേസുകൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഞ്ചാവ് കേസുകളാണ് കൂടുതൽ നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ കഞ്ചാവിൽ നിന്നും വിദ്യാർത്ഥികൾ വളരെയധികം മാറി MDMA വണ്ടി ചെക്ക് ചെയ്യുമ്പോഴും പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതിനെ ഞങ്ങൾ വളരെയധികം നിരീക്ഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഒരു ആഴ്ചകളോളം നിരീക്ഷിച്ചതിന് ശേഷമാണ് ബാങ്കിൽ നിന്നും തന്നെ ഈ ഒരു സാധനം സപ്ലൈ ചെയ്യുന്ന ആളിങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ള അറിവ് കിട്ടിയത്. അതിനനുസരിച്ച് പല ആൾക്കാരെ ദിവസങ്ങളോളം ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടാണ് അവസാനം ഞങ്ങൾ ഈ ഒരു പ്രതിയിലേക്ക് എത്തിയത്. ഞങ്ങൾ മണ്ണുത്തിയിൽ നിന്ന് വേറെ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രതികളും അറസ്റ്റുകളും ഇതിൻ്റെ ബാക്കിലുണ്ടായിരിക്കും. ബംഗളൂരുവിൽ നിന്നാണ് പ്രതികൾ MDMA കൊണ്ടുവന്നിരുന്നത്. എക്സൈസ് സ്ക്വാഡ് അംഗങ്ങളായ അനന്തൻ, നിസാം, സിജോമോൻ, ലത്തീഫ്, ബിജു, ബിനീഷ്, ഷീജ, ഡ്രൈവർ ഷൈജു എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. TC വിനോസ്, തൃശൂർ.